റയാൻ ഈദ് മുബാറക്. അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു മട്ടൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് നോക്കാൻ പോണത്. ഇത് കുറേ നാൾ മുമ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്, എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ജസ്റ്റ് നമ്മൾ മട്ടൻ നന്നായിട്ട് വാഷ് ചെയ്യണം. ഉപ്പും വിനെഗറും ഇട്ടിട്ട് വാഷ് ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, സബോള, തക്കാളി, മല്ലിച്ചപ്പ്, പുതിന പൊടികളായിട്ട് നമ്മൾ ഗരം മസാല, ഉപ്പ്, പെപ്പർ, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയാണ് പൊടികൾ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ മട്ടനിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഒരു അര സ്പൂണോട്ട് മഞ്ഞൾപ്പൊടി മതി. പിന്നെ ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് പെപ്പറും കൂടെ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇഞ്ചി പേസ്റ്റ്, കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് പച്ചമുളക് പേസ്റ്റ് മീൻസ് എല്ലാം കൂടെ ചതച്ചതാണ്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, പുതിന കൂടെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുള്ളത്, അതും കൂടെ ചേർക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. നമ്മൾ എടുത്തിട്ടുള്ളത് 1.5 കിലോ മട്ടനാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ കൈകൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്യാം, സ്പൂണായിട്ടോ എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്യാം. അപ്പം നല്ലോണം മസാല പിടിക്കണം. എന്നിട്ട് കുക്കറിൽ വേവിച്ചാൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആവും. പിന്നെ കുറച്ച് വെള്ളം, ജസ്റ്റ് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ടൊരു 4 വിസിൽ അല്ലെങ്കിൽ ഒരു 5 വിസിൽ, 4 വിസിൽ മതിയാവും. പിന്നെ ദമ്മിൽ കിടന്ന് വരും. അപ്പോൾ നമ്മൾക്ക് കുക്കറിലത് വെന്തോട്ടെ. ആ സമയത്ത് നമുക്ക് അരി കഴുകാനിടാം. ഒരു 1.5 കിലോന് മട്ടനിലേക്ക് ഒരു 4 കപ്പ് അരിയാണ് എടുക്കുന്നത്. ഇത് വലിയ അരിയാണ് എടുത്തിട്ടുള്ളത്, ബസ്മതി റൈസ്. ഇനി നമുക്ക് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഒരു ചട്ടിയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നെയ്യും കൂടെ ഓയിലേക്ക് ചേർത്താൽ നല്ലൊരു സ്മെല്ല് ഫ്ലേവറും ആയിരിക്കും ഇതിലേക്ക്. അങ്ങനെ ഈ എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് ഉള്ളി, സബോള അരിഞ്ഞത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നുണ്ട്. അത് ബ്രൗൺ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ സബോള അവിടെ നിന്ന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ചെറുനാരങ്ങ പിഴിയാം. സബോള ആയിട്ടുള്ളത് നമ്മൾക്ക് കോരിയെടുക്കാം. നല്ലോണം കരിയരുത്, ബ്രൗൺ കളർ ആവുമ്പോൾ എടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ഇങ്ങനെ വേറെ ആക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതിലേക്ക് ആ എണ്ണയിൽ തന്നെ കാഷ്യും കൂടെ ഇടാം. കാഷ്യൂ ഇട്ടിട്ടും ജസ്റ്റ് ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് എടുക്കാം. പിന്നെ കുറച്ച് മുന്തിരിയും കൂടെ ഇടാം, ഉണക്കമുന്തിരി. ഇത് വിസിലടിക്കുന്നുണ്ട് കേട്ടോ. മുന്തിരി പെട്ടെന്നാവും. മുന്തിരി വേഗം എടുക്കണം. ആ ഒരു പൊന്തി വന്നാൽ തന്നെ പെട്ടെന്ന് എടുക്കണം. ഇപ്പം എല്ലാം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വേപ്പില കൂടെ ഇടാം. വേപ്പിലയുടെ സ്മെല്ല്, നല്ല വേപ്പിലക്ക് ഒരു വേറെ ഫ്ലേവർ വരും മസാലയിലിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ വേപ്പിലയും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഇനി അടുത്ത് നമുക്ക് ആ ഓയിൽ തന്നെ കുറച്ച് ഇട്ടിട്ട് അതിൽ മസാല ഉണ്ടാക്കാം. ഇത് മട്ടൻ വെന്തിട്ടുണ്ട്. മട്ടൻ 4 വിസിലായി. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് മസാലയ്ക്ക് പ്രിപ്പറേഷൻസ് ചെയ്യാം.
ഫസ്റ്റ് നമ്മൾ ഓയിൽ, ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ കുറച്ച് എടുത്തിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഓയിലിലേക്ക് സബോള ഇടാം. ഫസ്റ്റ് സബോള നന്നായിട്ട് വാടണം. ബ്രൗൺ കളറായിട്ടല്ല, അതിൻ്റെ പച്ചച്ചൊവ്വൊക്കെ മാറി നല്ല വേവണം സബോള. ഇല്ലെങ്കിൽ കട്ട പോലെ കിടക്കും ബിരിയാണി. അപ്പോൾ ആ സമയത്ത് നമുക്ക് അരി കഴുകിയിട്ട് അരിയും ചോറും കൂടെ ആ സമയം കൊണ്ട് സെറ്റാക്കാം. സബോളയിൽ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് ഉപ്പിടാം. അപ്പോൾ കുറച്ച് പെട്ടെന്ന് വഴണ്ട് വരും. നമ്മൾ ചോറുണ്ടാക്കുന്നത് സെപ്പറേറ്റ് എണ്ണ ഒന്നും ഒഴിക്കുന്നില്ല. വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്തിട്ടുള്ള സവോളയിൽ കുറച്ച് കറുകപ്പട്ട, കരയാമ്പൂ, ഏലക്കായ, ബേ ലീഫ് ഇതൊക്കെ കൂടി ഇട്ടിട്ട് കുറച്ച് ഫ്രൈ ചെയ്തിട്ടുള്ള വേപ്പിലയും കൂടി ഇടുക. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതും ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷമാണ് നമ്മൾ അരി ഇടുക. അപ്പോൾ ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ സെപ്പറേറ്റ് ഇതിന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് സവോളയിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിനുള്ളത് ഇടുക. അത് കഴിഞ്ഞിട്ട് ഇത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇഞ്ചി എടുക്കുന്നതിൻ്റെ ഡബിള് നമ്മൾ വെളുത്തുള്ളി എടുക്കണം. പിന്നെ കുറച്ച് പച്ചമുളകിൻ്റെ എരിവ് ആവശ്യത്തിന് ഒരു 5-6 പച്ചമുളക് മതിയാവും. ഒരു 3 കപ്പ് അരിക്ക്. ഇതിലൊരു 7 പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരിക്കും. വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾക്കിനി തക്കാളി അരിഞ്ഞതിടാം. തക്കാളി നൈസായിട്ട് തിന്നായിട്ട് അരിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് വരും. കുറച്ച് ഫ്രൈ ചെയ്തിട്ടുള്ള സബോളയും കൂടെ ഇടണം. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിന കുറച്ചേ പാടുള്ളൂ, മല്ലിച്ചപ്പ് കൂടുതൽ വേണം. അതിടാം. പിന്നെ കുറച്ച് തൈരും കൂടെ ചേർക്കാം. തൈര് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഒരു 2 സ്പൂണ് തൈര് ആണ് എടുത്തിട്ടുള്ളത്. 2 സ്പൂൺ തൈര് ചേർത്താൽ മതി. പിന്നെ നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീര്, ഒറ്റ ചെറുനാരങ്ങ നീര് മതി. ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞത് മതിയാവും. എന്നിട്ട് ആ മസാല നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിടാ. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരി ഇടുന്ന നോക്കാം. അരി നന്നായിട്ട് കഴുകി വെള്ളം നല്ലോണം പോകണം. എന്നിട്ടാണ് അരി ഇടേണ്ടത് കേട്ടോ. നമുക്ക് മസാലയിലേക്കുള്ള പൊടികളിടാം. ഇത് കുറച്ച് ഗരം മസാലയാണ്, പിന്നെ കുറച്ച് പെപ്പറും, പിന്നെ വേറൊന്നും നമ്മൾ പൊടികളായിട്ട് ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. ഇതാക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് ഉപ്പും കൂടെ ഇടാം. നമ്മളിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച മട്ടൻ അത് ആ വെള്ളത്തോടുക്കനെ തന്നെ ഇതിലിടാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അരി 3/4 വേവായി മതി കേട്ടോ. ബാക്കി ദമ്മിൽ കിടന്നിട്ട് വേവും. ഇനി നമ്മളിതിൽ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 കപ്പ് വേണം.
അത് ഇതിലൊഴിക്കുക. മട്ടനിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ വെള്ളം ഉണ്ടെന്ന് വെച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഈ വെള്ളം ഉള്ളത് നല്ലതാണ്. നല്ല മസാല ഒക്കെ വെന്തിട്ട് നല്ല സെറ്റായിട്ടുണ്ട്. ഉപ്പ് നോക്കാൻ മറക്കരുത് കേട്ടോ. ഇനി മുക്കാൽ വേവായിട്ടുള്ള അരി നമുക്ക് ഈ മസാലയുടെ മേലെ ഇട്ടിട്ട് ദമ്മിടാം. റൈസിൻ്റെ മേലെ നമ്മൾക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സബോള, കാഷ്യൂ, മുന്തിരി എല്ലാം ഇട്ടിട്ട് പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വേപ്പിലയും കൂടെ ഇടാം. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, പുതിന അതൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടുണ്ട് യെല്ലോ കളറിന് വേണ്ടിയിട്ട്. അത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് കുറച്ച് സ്പൂണിൽ ഒഴിച്ച് ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ഇത് പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയതാണ്. ഇത് മിക്സ് ചെയ്യാം. കുറച്ച് നെയ്യ്, ആ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓയിലാണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് നെയ്യ് മേലൊന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഫോയിൽ വെച്ചിട്ടാണ് ഞാനിവിടെ കവർ ചെയ്യുന്നത്. ഫോയിൽ വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് കവർ ചെയ്തിട്ട് അതിൻ്റെ അരികൊക്കെ നമുക്കൊന്ന് സെറ്റാക്കി കൊടുക്കാം. അപ്പം നമ്മൾ ദമ്മിട്ടു. ഇനി ഒരു 20 മിനിറ്റ്സ് മതി. ജീരകശാല റൈസ് ആണെങ്കിൽ, വലിയ ബസ്മതി റൈസ് ആണെങ്കിൽ ഒരു 30 മിനിറ്റ്സ്. അങ്ങനെ ചെറിയ സിമ്മിലിട്ടിട്ട് ദമ്മിടാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ യെല്ലോ കളറൊക്കെ ഉണ്ടല്ലേ, യെല്ലോ കളറും അതുപോലെ മസാലയുടെ കളറും സെപ്പറേറ്റ് കാണാൻ പറ്റും. ഫസ്റ്റ് മേലെന്ന് റൈസ് എടുക്കുക, എന്നിട്ട് മസാല വേറെ സൈഡിൽ നിന്ന് ഇതാക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കുക. റൈസ് വേറെ മസാല വേറെ അങ്ങനെ